അമ്മ പേടിക്കണ്ട അമ്മേ, എല്ലാം ഞാൻ ഏച്ചി. നിന്നോടാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. കിടന്ന് ഉറങ്ങി കളയരുത്, ഡോറും തുറന്നിട്ടിട്ട്. പാവം ചമ്മിപ്പോയി. മീര നീ ഓവർ ചിരിക്കല്ലേ, അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടാവൂല. കുട്ടികളെ വേനയൊക്കെ ഉണ്ടല്ലോ, നല്ലോണം കിട്ടുവേ. അപ്പൊ പറഞ്ഞൊക്കെ ഓർമ്മണ്ടല്ലോ. ആ അമ്മേ, അമ്മ പേടിക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നോക്കുന്നൊക്കെ കൊള്ളാം, കൊളാക്കാണ്ടിരുന്നാ മതി. ഇനി എന്താ പരിപാടി? എന്ത് പരിപാടി? എനിക്കൊരു പരിപാടി ഇല്ലെന്ന്. നമുക്കിന്ന് കളിച്ചാലോ? ആ പിന്നെ, നിങ്ങളെപ്പോലെ ചെറിയ കുട്ടികളെ കൂടെ ഒന്ന് കളിക്കല്ലേ, എനിക്ക് ഭ്രാന്താ. ഓ ചേട്ടൻ വലിയ ആള്. ഞാൻ വലിയ ആളെന്നെയാടി. എനിക്ക് വയ്യ, ഞാൻ പോയി കുറച്ച് കിടന്ന് ഉറങ്ങട്ടെ. ചേട്ടന് അമ്മ പറഞ്ഞത് ഓർമ്മണ്ടല്ലോ. ഓ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ. ആ എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഉറങ്ങുന്നില്ല, ഞാൻ റൂമിലുണ്ടാവും. എന്റെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. എന്തായാലും ഞാൻ കളിക്കാൻ പോവാ. എവിടെ കളിക്കാൻ പോവാ? അപ്പുറത്തെ വീട്ടിലെ രാഹുലൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ അവന്റെ കൂടെ പോയി കളിച്ചോളൂ. പോകുന്നൊക്കെ കൊള്ളാം, വിളിച്ചങ്ങോട്ട് വന്നോണ്ടേ. ശരി ചേച്ചി, ബൈ ബൈ. അത് ശരി, രണ്ടെണ്ണം പോയാ ഇനി ഞാൻ എന്ത് ചെയ്യും? ആ റൂമിൽ പോയിട്ട് വല്ല ഫ്രണ്ട്സിനെയും വിളിച്ച് കുത്തിരിക്കാം. ഈ വീട് കൊള്ളാലോ, ഒന്ന് കേറി നോക്കാം. ആളില്ല തോന്നുന്നു. വണ്ടിയൊന്നും കാണാനില്ല. അപ്പൊ അവിടെ ആളുണ്ടാവാൻ സാധ്യത കുറവാണ്. പൊട്ടന്മാര് ഡോറൊക്കെ ലോക്ക് ചെയ്യാണ്ടേ പുറത്തു പോന്ന്. കൊള്ളാം, നല്ല പൈസ ഉള്ള വീടാ തോന്നുന്നു. ഈ മിക്സിയൊക്കെ അങ്ങ് കൊണ്ടുപോയാലോ? നോക്കാം, ഇതിലും വിലപ്പെട്ടതെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കൊണ്ടുപോവാന്നേ. അയ്യോ, അത് പൊട്ടിയല്ലോ. ആരറിയാനാ, ഇവിടെ ആളില്ലല്ലോ. എനിക്ക് പേടിക്കേണ്ട ഒരാവശ്യമില്ല, കാരണം ഇവിടെ ആളില്ലല്ലോ. അതെന്തൊരു സൗണ്ട്? മൂട്ടും ഇവിടെ ഇല്ല. മീര റൂമിലായിരിക്കും. അടുക്കളന്നാണല്ലോ സൗണ്ട് കേട്ട്. പോയി നോക്കണോ? ആദ്യം റൂമിൽ പോയി നോക്കാം, മീര അവിടെ ഉണ്ടോ നോക്കാം, എന്നിട്ട് അടുക്കളയിൽ പോയി നോക്കാം. ഡോർ അടച്ച. അയ്യോ, ഡോർ അടച്ചില്ല. ഈശ്വരാ, ആരും കേറിയിട്ടൊന്നും ഇല്ലേക്കും. എന്തായാലും മീരനെ വിളിച്ചു നോക്കാം. അത് ശരി, എന്നോട് ഉറങ്ങരുത് പറഞ്ഞിട്ട് അവള് കിടന്ന് ഉറങ്ങുക. ഡി മീരേ, മീരേ, ഒന്ന് എണീക്ക, അടുക്കളയിൽ ആരും ഉണ്ട്. അതാ മൂട്ട് വല്ല പാൽപ്പൊടിയും കട്ടൊന്നും കേറിയതാവും. ചേട്ടനൊന്ന് പോയിക്കേ. എടി അതൊന്നും അല്ല, ഒന്ന് എണീക്കി. എന്താ ചേട്ടാ ചേട്ടന് വേണ്ടത്? കുറെ നേരമായല്ലോ. എടി ആ അടുക്കളയിൽ ആരും ഉണ്ട്, നീ പതുക്കെ പറ, അയാൾ കേക്കൂ. ആരുണ്ടാവാനാണ്? അത് മൂട്ടുമായിരിക്കും. മൂട്ടും ആ രാഹുലിന്റെ വീട്ടിൽ കളിക്കുന്നത് ഞാൻ കണ്ടതല്ലേ. പിന്നെ ആരാ അടുക്കളയില്? അതന്നെയല്ലേ ഞാൻ നിന്നോടും ചോദിച്ചേ. ഞാൻ വിചാരിച്ചു നീയാണെന്ന്. വാ നമുക്ക് പോയി നോക്കാം ആരാന്ന്. അല്ല, ചേട്ടൻ വലിയ ധൈര്യശാലിയല്ലേ, ചേട്ടനങ്ങ് പോയി നോക്കിക്കൂടെ? ആ ധൈര്യശാലിയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പേടിയാ, നീ വന്നേ. ഗുഡ് ബോയ്, ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ പേടിയാണെന്ന്. വാ പോയി നോക്കാം. നടക്കടി. എന്നാ ചെല്ലേ, ചേട്ടൻ തന്നെ മുന്നിൽ നടന്നോ, ഞാൻ ബാക്കിൽ വരാം. അത് വേണ്ട, നീ മുന്നിൽ പോയിക്കോ, ഞാൻ ബാക്കിൽ വന്നോളാം. അതെ അതെ, മിസ്റ്റർ സജിൻ, നമ്മളെന്താ ഈ വഴി? മണ്ടൂസേ, നമ്മളിപ്പോ ആ കിച്ചൺ വഴി പോയാ അയാൾ നേരിട്ട് കയറി ഹോളിലേക്കല്ലേ, അപ്പൊ നമ്മളെ കാണൂലേ. അതുകൊണ്ട് നമുക്ക് ബാക്ക് വഴി പോവാ. എന്റെ പൊന്നി, എന്റെ ചേട്ടന് ഇത്ര ബുദ്ധി ഉണ്ടായിരുന്നോ? ഓ, നിങ്ങളെ മുന്നിൽ പൊട്ടനായിട്ട് അഭിനയിക്കല്ലേ. ശരിക്കും എനിക്ക് ഭയങ്കര ബുദ്ധിയാടി. നീ വരണ്ടോ? ഇപ്പൊ അവിടുന്ന് പോവും, വേഗം വാ. ചേട്ടൻ നടക്ക്. ചേട്ടാ, അയാള് പോയി തല്ല്. പിന്നെ ഒന്ന് പോയടി. എനിക്ക് അയാളെ തല്ലാനുള്ള ധൈര്യമൊന്നുമില്ല. ഇപ്പൊ എന്താ ചെയ്യാ? അയാൾക്ക് നല്ലൊരു പണി കൊടുക്കണല്ലോ. ഇവിടുന്നൊന്നും കിട്ടുന്നു തോന്നുന്നില്ല. വല്ല അലമാരയോ ഷെൽഫോ അങ്ങനെ എന്തെങ്കിലും പോയി തെരഞ്ഞു നോക്കാം. വാ, നമുക്ക് അയാളെ ഫോളോ ചെയ്യാം. ആ ഉണ്ട്. ഓ മുണ്ടല്ലേ, അയാള് കേക്കൂ. നീ എന്തെങ്കിലും പണി പറഞ്ഞു അയാൾക്ക് കൊടുക്കാൻ പറ്റിയേ? എടാ കള്ളൻ, എങ്ങനെങ്കിലും നമുക്ക് ഇവിടുന്ന് ഓടിക്കണം. അതിനുള്ള എന്തെങ്കിലും പണി നിന്റെ കുരുട്ട് ബുദ്ധിയിൽ ഉണ്ടെങ്കിൽ അത് പറഞ്ഞതാ. എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്, പക്ഷെ അത് വർക്കൗട്ട് ആവുമോന്ന് എനിക്കറിയില്ല. എന്ത് പ്ലാൻ? അമ്മ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ പോകുമ്പോ? അമ്മ നമുക്ക് എന്തൊക്കെയോ ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ. എന്ത് കറി വെച്ചേ? ആ കള്ളനെ പിടിക്കാനുള്ള പ്ലാൻ തന്നെയാടാ ഞാൻ പറഞ്ഞത്. നിക്ക്, തോക്ക് കയറി വെടിയേക്കല്ലേ. ഇതാണ് എന്റെ പ്ലാൻ. എങ്ങനെയുണ്ട്? അടിപൊളി പ്ലാൻ ചേട്ടാ, ഇതെന്തായാലും വർക്കൗട്ട് ആക്കാം നമുക്ക്. അപ്പൊ പിന്നെ പോയാലോ?
അപ്പോൾ മോട്ടു നീ റെഡി ആയിക്കോ. ഓക്കെ, നീയാണീല മെയിൻ താരം. ഓക്കേ ചേട്ടാ, ഞാൻ ഏറ്റു. ചേച്ചി ആദ്യം ആ കറി എടുക്കുക. ചേട്ടാ കറിക്ക് പകരം നമുക്ക് മുളക് വെള്ളം ആക്കിയാലോ? മുളക് വെള്ളം വേണ്ട, നമുക്ക് കറി തന്നെ എടുക്കാം. കറിയാകുമ്പോൾ കുറച്ചൊരു എഫക്റ്റ് കൂടും. ഓക്കെ ചേട്ടാ, ഞാൻ അപ്പെടുത്തരാം മോട്ടു. ബാ, ഇത്ര മതിയോ ചേട്ടാ? അത്ര മതി. എന്നാടാ മോട്ടു. ചേട്ടാ അപ്പം ഞാൻ പോട്ടെ. നല്ല സ്ഥലം നോക്കി വിളിക്കണം കേട്ടോ. അതെ, ഞാൻ ഏറ്റു ചേട്ടാ. ഒളിച്ച് കളിക്കുന്നതിൽ ഞാൻ എക്സ്പേർട്ടാ. അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? അമ്മ അടിക്കാൻ വരുമ്പോൾ ഞാൻ വിളിക്കാറുണ്ടല്ലോ. ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും എനിക്കറിയാം. ശരി, ഞാൻ സമയം കളയുന്നില്ല, ഞാൻ പോവാ. നീരെ വാ, ഇനി നമുക്ക് ആ ടോയ് ഗൺ ഒപ്പിക്കണം. ഓക്കെ ചേട്ടാ, ഡൺ. ബാ, ഞാൻ എടുത്തുതരാം. ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്നാ അയാള് കാണൂല. ഹോ, ഇനി എത്ര നേരം ഇരിക്കണോ ആവോ? അത് വരുന്നുണ്ട്. ഞാനിന്ന് കാണിച്ചു തരാടാ കള്ള. ഈ ഷെൽഫിൽ പൈസ ഉണ്ടാവുന്ന തോന്നുന്നേ. നമുക്കൊന്ന് തെരഞ്ഞു നോക്കാം. അയ്യോ, എന്റെ കണ്ണ് പോയേ. ചേട്ടാ, ചേച്ചി, ഓടി വാ, അയാൾ ഓടുന്നേ. നിക്കണ കള്ള അവിടെ. ആർഡി ആ, എന്റെ ചേച്ചീനെ തട്ടി മാറ്റുന്ന. ഹയ്യാ. ആ എടാ ചെക്ക നിന്നെ. ഹാൻഡ്സ് അപ്പ്. അനങ്ങിയ വെടി വയ്ക്കും. ചേട്ടാ, പോലീസിനെ വിളിച്ചാലോ? അയ്യോ, പോലീസ് ഒന്നും വേണ്ട. മിണ്ടാണ് കിടക്കടാ. താനാണോ അത് തീരുമാനിക്കുന്നേ? അമ്മ മക്കളെ ഇതാരാ? അമ്മ കള്ളനാ, അമ്മ കള്ളൻ. കള്ളനോ? ആ ഇവിടെ സ്വർണ്ണവും പണമൊക്കെ മോഷ്ടിക്കാൻ വന്നതാ. ഞങ്ങൾ എല്ലാരും കൂടി പിടിച്ച്. അയ്യോ ചേട്ടാ, ഞാൻ കള്ളനൊന്നല്ല. നമ്മളെ വീട്ടിൽ കേറിയത് പോരാ. നിങ്ങളെ വീട്ടിൽ കയറിയെന്ന് നിങ്ങൾക്ക് എന്ത് തെളിവാണല്ലേ? നിങ്ങളെ ഈ വീട്ടിൽ കയറിയപ്പോൾ മുതലുള്ള CCTV ഫുട്ടേജസ് ഞങ്ങളെ കയ്യിലുണ്ട്. പേടിക്കണ്ട. എണീച്ച് വാടാ. നിനക്കിനി പോലീസ് സ്റ്റേഷനാ നല്ലത്. അല്ല മക്കളെ, നിങ്ങളിതെങ്ങനെ പിടിച്ചു ഇവനെ? ഞങ്ങൾ ആരാന്ന് അമ്മ വിചാരിച്ചേ? നന്നായി. അല്ല സജിന, നിനക്ക് തോക്ക് എവിടെ കിട്ടി? ഇത് മോട്ടുവിന്റെ കളിത്തോക്ക അമ്മേ. ഇത് റിയൽ തോക്കൊന്നുമല്ല. ഇത് അവനെ പേടിപ്പിക്കാൻ വേണ്ടി എടുത്തതാ. എന്തായാലും നിങ്ങൾ നല്ല ആൾക്കാരാ. കള്ളനൊക്കെ പിടിച്ചല്ലോ. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു അമ്മേ.